അടുത്തത് ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്. ഇവിടെ നമ്മൾ 4 മെട്രിക്സ് ഓപ്പറേഷൻസ് ആണ് നോക്കുന്നത്. അഡീഷൻ ഓഫ് മെട്രിസസ്, സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. ഇതിൽ ആദ്യത്തേത് അഡീഷൻ ഓഫ് മെട്രിസസ്. 2 മെട്രിസസ് ക്യാൻ ബി ആഡഡ് ഓൺലി ഇഫ് ദേ ആർ ഓഫ് ദ സെയിം ഓർഡർ. 2 മെട്രിസസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ 2 മെട്രിസസിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, A equal to 2, 3, 8, 2, B equal to 1, 0, 2, 3. നമുക്ക് ഈ 2 മെട്രിസസ് ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓർഡർ സെയിം ആണോ എന്നാണ്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/2 ആണ്, ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/2 ആണ്. 2 മെട്രിസസിന്റെ ഓർഡർ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 മെട്രിസസ് ആഡ് ചെയ്യാം. അപ്പൊ എ പ്ലസ് ബി എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാം. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിലെ A11 എന്ന് പറയുന്ന എലമെന്റും ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ A11 എന്ന് പറയുന്ന എലമെന്റും ആഡ് ചെയ്യാം. അതായത് 2 + 1, അതേപോലെ 3 + 0, 8 + 2, 2 + 3. ഇപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ കേസിലൂടെ കിട്ടുക 3, 3, 10, 5. അതായിരിക്കും A + B. അപ്പോൾ മെട്രിക്സ് അഡീഷൻ ഭയങ്കര സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓർഡർ സെയിം ആണോ എന്നാണ്. ഓർഡർ സെയിം ആണെങ്കിൽ നമുക്ക് A + B കണ്ടുപിടിക്കാം. ജസ്റ്റ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ മതി. അടുത്തത് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ്. 2 മെട്രിസസ് ക്യാൻ ബി സബ്ട്രാക്റ്റഡ് ഓൺലി ഇഫ് ദേ ആർ ഓഫ് ദ സെയിം ഓർഡർ. നമ്മൾ മെട്രിക്സ് അഡീഷൻ പറഞ്ഞു, 2 മെട്രിസസ് ആഡ് ചെയ്യണമെങ്കിൽ സെയിം ഓർഡർ ആവണം. അതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷന്റെ കേസും. 2 മെട്രിസസ് സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെട്രിസസിന്റെ ഓർഡർ സെയിം ആവണം. ഫോർ എക്സാമ്പിൾ, A equal to 2, 1, 1, 2, 3, 2, B equal to 1, 2, 0, 1, 2, 1. അപ്പൊ നമുക്ക് A - B കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓർഡർ സെയിം ആണോ. അപ്പൊ ഇവിടെ എയുടെ ഓർഡർ എന്ന് പറയുന്നത് 3/2, ബിയുടെ ഓർഡർ 3/2. രണ്ടിന്റെ ഓർഡർ സെയിം ആണ്. അപ്പൊ നമുക്ക് A - B കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് 2 - 1, 1 - 2, 1 - 0, 2 - 1, 3 - 2, 2 - 1. കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ കിട്ടുക 1 - 1, 1, 1, 1, 1. അപ്പൊ ഇതായിരിക്കും A - B. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ. ഇഫ് A is a matrix and K is a scalar, then KA is another matrix which is obtained by multiplying each element of A by the scalar K. അതായത് A എന്ന് പറയുന്നത് ഒരു മെട്രിക്സ്, K എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്കേലാർ വാല്യൂ. സ്കേലാർ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ KA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെട്രിക്സ്. അതെങ്ങനെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്ന മെട്രിക്സിനകത്തുള്ള ഓരോ എലമെന്റിനെയും ഈ K എന്ന് പറയുന്ന വാല്യൂവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A equal to 2, 3, 4, 5, 6, 7 ആൻഡ് K എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കാം. ഏത് വാല്യൂ വേണമെങ്കിലും വരാം. സപ്പോസ് K is equal to 2. അപ്പോ നമുക്ക് എങ്ങനെയാണ് KA എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുക? എന്ത് ചെയ്താൽ മതി, ഈ മെട്രിക്സിനകത്തുള്ള ഓരോ എലമെന്റിനെയും ഈ വാല്യൂ കൊണ്ട്, കെയുടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2 × 2, 3 × 2, 4 × 2, 5 × 2, 6 × 2, 7 × 2. ഓരോ വാല്യൂനെയും കെയുടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കിവിടെ കിട്ടുക 4, 6, 8, 10, 12, 14. അപ്പൊ ഇതിനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ എന്ന് പറയുക. അടുത്തത് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. ദ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ഇസ് ഡിനോട്ടഡ് ബൈ -A. വി ഡിഫൈൻഡ് -A is equal to -1 into A. അതായത് ഒരു മെട്രിക്സിന്റെ നെഗറ്റീവ് മെട്രിക്സ് എങ്ങനെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെട്രിക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, A equal to 3, 1, -5, 2. ഇപ്പൊ ഈ മെട്രിക്സിന്റെ നെഗറ്റീവ് മെട്രിക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ മെട്രിക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ -1 ഇൻറ്റു 3 1 -5 2. ഈ മെട്രിക്സിനകത്തുള്ള ഓരോ എലമെന്റിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് -1 ഇൻറ്റു 3 -1 ഇൻറ്റു 1 -5 ഇൻറ്റു -1 -1 ഇൻറ്റു 2, അതായത് -3 -1 5 -2. ഇതായിരിക്കും ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ നെഗറ്റീവ് മെട്രിക്സ്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. The product of two matrices A and B is defined if the number of columns of A is equal to the number of rows of B. അപ്പോൾ ഏത് രണ്ട് മെട്രിസസും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. രണ്ട് മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിലെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം. അങ്ങനെയുള്ള മെട്രിസസ് മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A ഈക്വൽ ടു മെട്രിക്സ് 2 1 0 3 -1 8, B ഈക്വൽ ടു 2 1 1 3. ഈ രണ്ട് മെട്രിസസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ രണ്ട് മെട്രിസസിന്റെ ഓർഡർ എഴുതാം. A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 3/2 അല്ലെ, 3 റോസും 2 കോളംസും. 3/2 ആണ് അതിന്റെ ഓർഡർ. ബിയുടെ ഓർഡർ 2/2, 2 റോസ് 2 കോളം. 2/2 ആണ് അതിന്റെ ഓർഡർ. അപ്പൊ ആദ്യം നമ്മൾ രണ്ട് മെട്രിസസിന്റെ ഓർഡർ എഴുതാം. ഇനി പ്രൊഡക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? ഫസ്റ്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ്, അതായത് ഫസ്റ്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടും ഈക്വൽ ആണ് അല്ലെ. ഇവിടെ കോളംസിന്റെ എണ്ണം 2, സെക്കൻഡ് മെട്രിക്സിന്റെ റോസിന്റെ എണ്ണം 2, ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യാം. AB എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. രണ്ട് മെട്രിക്സിന്റെ ഓർഡർ എഴുതാം. എന്നിട്ട് ഈ നടുക്കിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് ഓർഡർ എഴുതുന്ന സമയത്ത് നടുവിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആണോ നോക്കിയാൽ മതി. ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ രണ്ട് മെട്രിസസ് പ്രൊഡക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. A ഈക്വൽ ടു 2 -1 1 3 2 3, B ഈക്വൽ ടു 2 1 3 2. ഇത് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ എഴുതാം. ഇതിന്റെ ഓർഡർ 2/3 അല്ലെ, 2/3 ആണ് ഓർഡർ. B എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/2, 2 റോസും 2 കോളം, സോ 2/2. ഇനി എന്ത് ചെയ്യണം? നടുക്കിലുള്ള രണ്ട് നമ്പേഴ്സ് ഓർഡർ എഴുതുന്ന സമയത്ത് നടുവിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആണോ നോക്കിയാൽ മതി. ഇവിടെ നോക്കൂ, ഒന്നിന്റെ 3ഉം ഒന്നിന്റെ 2 ആണ്, ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ രണ്ട് മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാ രണ്ട് മെട്രിസസും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിലെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം. രണ്ട് മെട്രിക്സിന്റെ ഓർഡർ എഴുതിയിട്ട് നടുക്കിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആണോ നോക്കിയാൽ മതി. ഈക്വൽ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഈക്വൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. A എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഓർഡർ 3/2ഉം B എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/2 ആണെങ്കിൽ നമുക്ക് AB ഡിഫൈൻ ചെയ്യാം. കാരണം നടുക്കിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് AB ഡിഫൈൻ ചെയ്യാം, AB കണ്ടുപിടിക്കാം. ഇനി ABയുടെ ഓർഡർ എങ്ങനെയാ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സ് ഒഴികെ, ഈ നടുക്കിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് അല്ലാതെ ബാക്കിയുള്ള രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് 3ഉം 2ഉം. അപ്പൊ 3/2 ആയിരിക്കും ABയുടെ ഓർഡർ. അതായത് നമ്പർ ഓഫ് റോസ് ഓഫ് ഫസ്റ്റും നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ സെക്കൻഡും 3/2 ആയിരിക്കും ABയുടെ ഓർഡർ. പിന്നെ നമുക്ക് എങ്ങനെയാണ് രണ്ട് മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു എക്സാമ്പിൾ വഴി നോക്കാം. ഫൈൻഡ് AB if A equal to 6 9 2 3 and B equal to 2 6 0 7 9 8. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ ഓർഡർ എഴുതാം, രണ്ട് മെട്രിക്സിന്റെ ഓർഡർ എഴുതാം. എയുടെ ഓർഡർ 2/2, ബിയുടെ ഓർഡർ 2/3. ഇനി നടുക്കിലുള്ള രണ്ട് നമ്പേഴ്സ് ഈക്വൽ അല്ലേ, രണ്ടിന്റെയും 2 ആണ്. സോ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. AB എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. അപ്പോൾ
ഫസ്റ്റ് മെട്രിക്സ് ആണിത്, ഇത് സെക്കൻഡ് മെട്രിക്സ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളവും സെലക്ട് ചെയ്യാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 6 into 2 ഫസ്റ്റത്തെ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 6 into 2 പ്ലസ് 9 into 7. ഫസ്റ്റത്തെ രണ്ട് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് സെക്കൻഡ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 6 into 2 പ്ലസ് 9 into 7. അപ്പൊ അതായിരിക്കും നമ്മുടെ എ ബിയുടെ അകത്ത് ഫസ്റ്റത്തെ എലമെന്റ് ആയിട്ട് വരിക. ഇനി രണ്ടാമത്തെ എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ തന്നെ, റോയിൽ ഒരു വ്യത്യാസം വരുത്തണ്ട. സെക്കൻഡ് മെട്രിക്സിലെ ഈ ഫസ്റ്റ് കോളം ഉണ്ടല്ലോ, ഫസ്റ്റ് കോളം ഷിഫ്റ്റ് ചെയ്യുക, രണ്ടാമത്തെ കോളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം. ഓക്കെ, ഫസ്റ്റത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോ തന്നെ സെക്കൻഡ് മെട്രിക്സിൽ സെക്കൻഡ് കോളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇനി ഈ പറഞ്ഞ പ്രൊസീജിയർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അതായത് 6 into 6 ഫസ്റ്റത്തെ രണ്ട് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 6 പ്ലസ് 9 into 9. അതായിരിക്കും നമ്മുടെ സെക്കൻഡ് എലമെന്റ് ആയിട്ട് വരിക. ഇനി തേർഡ് എലമെന്റ് കിട്ടാൻ ഫസ്റ്റ് റോ തന്നെ, ഓക്കെ, ഫസ്റ്റത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോ തന്നെ, പക്ഷെ സെക്കൻഡ് മെട്രിക്സില് സെക്കൻഡ് കോളത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് തേർഡ് കോളത്തിലേക്ക് പോവാം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ തന്നെ സെക്കൻഡ് മെട്രിക്സില് തേർഡ് കോളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇനി ഈ പറഞ്ഞ പ്രൊസീജിയർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഫസ്റ്റ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 6 into 0 പ്ലസ് 9 into 8. 6 into 0 പ്ലസ് 9 into 8. അതായിരിക്കും നമ്മുടെ തേർഡ് എലമെന്റ് ആയിട്ട് വരിക. ഇനി നോക്കുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഇപ്പുറത്തേക്ക് കോളം ഇല്ല അല്ലെ, രണ്ടാമത്തെ മെട്രിക്സിൽ ഷിഫ്റ്റ് ചെയ്യാൻ ഇനി കോളം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിൽ നിന്ന് സെക്കൻഡ് റോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റോയിൽ നിന്ന് സെക്കൻഡ് റോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി വീണ്ടും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലേക്ക് വരിക. സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം. ഇനി ഈ പറഞ്ഞ പ്രൊസീജിയർ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 2 പ്ലസ് 3 into 7. ഇനി ഇത് എഴുതണ സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് എ ബിയുടെ അകത്ത് അടുത്ത റോയിൽ വേണം എഴുതാൻ. കാരണം നമ്മളിവിടെ റോ ഷിഫ്റ്റ് ചെയ്തില്ലേ, ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിൽ നിന്ന് സെക്കൻഡ് റോയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുല്ലോ. അപ്പൊ ഇനി എ ബിയിൽ ആ റിസൾട്ട് എഴുതണ സമയത്ത് അടുത്ത റോയിൽ വേണം അത് എഴുതാൻ. 2 into 2 പ്ലസ് 3 into 7 എന്നുള്ളത് എ ബിയുടെ അടുത്ത റോയിൽ വേണം എഴുതാൻ. ഇനി അടുത്ത എലമെന്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയില് ഫസ്റ്റ് മെട്രിക്സിൽ സെക്കൻഡ് റോ തന്നെ, സെക്കൻഡ് മെട്രിക്സിൽ ഫസ്റ്റ് കോളത്തിൽ നിന്ന് സെക്കൻഡ് കോളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് റോ തന്നെ സെക്കൻഡ് മെട്രിക്സിൽ സെക്കൻഡ് കോളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. 2 into 6 പ്ലസ് 3 into 9. 2 into 6 പ്ലസ് 3 into 9. അതായിരിക്കും നമ്മുടെ അടുത്ത എലമെന്റ്. ഇനി വീണ്ടും സെക്കൻഡ് റോ തന്നെ തേർഡ് കോളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് റോ തേർഡ് കോളം. 2 into 0 പ്ലസ് 3 into 8. 2 into 0 പ്ലസ് 3 into 8. അതായിരിക്കും നമ്മുടെ അടുത്ത എലമെന്റ്. ഇനി നോക്കുമ്പോൾ നമുക്ക് ഇനി ഷിഫ്റ്റ് ചെയ്യാൻ കോളംസ് ഇല്ല, അതേപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ ഇവിടെ റോയും ഇല്ല അല്ലെ. ഇവിടെ കോളോ ഇനി എക്സ്ട്രാ ഇല്ല, ഫസ്റ്റ് മെട്രിക്സിൽ ഇനി റോയും ഇല്ല. അപ്പോൾ നമ്മുടെ എ ബി നമ്മൾ കണ്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ എലമെന്റ്സ്. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതുക. 6 into 2 12 പ്ലസ് 9 into 7 63. അങ്ങനെ എല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതുക. അപ്പൊ ഇതായിരിക്കും നമ്മുടെ എ ബി. എ ബിയുടെ ഓർഡർ എന്തായിരിക്കും? 2/3 അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ ഫസ്റ്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് റോസും സെക്കൻഡ് മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസും 2/3. 2/3 അല്ലേ ഇതിന്റെ ഓർഡർ? 2/3 അതായിരിക്കും ഓർഡർ. ഇതാണ് നമ്മുടെ എ ബി. ഇങ്ങനെയാണ് രണ്ട് മെട്രിസസിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക.